നിഖില വിമലിന്റെ സഹോദരിയുടെ ആത്മീയ പാതയെക്കുറിച്ചുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ നേരത്തെ തന്നെ ചർച്ചയായതായിരുന്നു. സന്യാസം സ്വീകരിച്ചതിന് പിന്നാലെ അഖില വിമൽ അവന്തിക ഭാരതി എന്ന നാമം സ്വീകരിച്ചിരുന്നു. കലാമണ്ഡലം വിമലാദേവിയുടെയും MR പവിത്രന്റെയും മക്കളാണ് നിഖിലയും അഖിലയും. അഖില ഡൽഹിയിലെ JNUവിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കുകയും തുടർന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഫെല്ലോ ആയി പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അക്കാദമിക രംഗത്തെ ഉന്നതികൾക്ക് ശേഷമാണ് അഖില ആധ്യാത്മിക പാതയിലേക്ക് തിരിഞ്ഞത്. എന്നാൽ സഹോദരി സന്യാസ ജീവിതം സ്വീകരിച്ചതിനെ കുറിച്ചുള്ള നിഖിലയുടെ വാക്കുകളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. മനോരമയുടെ ഹോർത്തൂസ് 2025 അതിഥിയായി പങ്കെടുത്തപ്പോഴായിരുന്നു അവർ വിശേഷങ്ങൾ പങ്കുവച്ചത്. ചാർലിയിലെ പുള്ളിയെ പോലെ ഒരുപാട് യാത്രകൾ ചെയ്യുന്നു, ഒരുപാട് പഠിക്കുന്നു, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു സ്പേസിൽ വന്നപ്പോൾ അവൾക്ക് അത്രയും ബുദ്ധിയും വിവരവും ഉള്ള ഒരാൾ എടുക്കുന്ന ചോയ്സ് എന്ന രീതിയിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. അതിന്റെ കൂടെ നിൽക്കുക എന്നതാണ് ഞാൻ ചെയ്തത്. സന്യാസം എന്ന് കേട്ടപ്പോൾ അമ്മയ്ക്ക് ചെറിയൊരു വിഷമം തോന്നിയിരുന്നു. അവളെ കല്യാണം കഴിപ്പിച്ച് വിടണമെന്ന് എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതില്ലെന്നായിരുന്നു മറുപടി. പിന്നെ എന്തിനെന്നായിരുന്നു ഞാൻ ചോദിച്ചത്. അവൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ നടക്കട്ടെ. പഠിച്ച് ഡോക്ടർ ആകണം, ലോകം അറിയപ്പെടുന്ന അഭിനേത്രി ആവണം, അതുപോലെ അവൾ ആഗ്രഹിച്ച കാര്യമാണ് അത്. അതിനോട് നമ്മൾ ഒരിക്കലും നോ പറയില്ലല്ലോ. ചെറുപ്പത്തിൽ എല്ലാ സിബ്ലിങ്സിനെ പോലെയായിരുന്നു ഞങ്ങളും. എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു, അവൾക്ക് എന്നെയും. ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോകണേ എന്ന് വരെ ആഗ്രഹിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ശത്രുക്കളായിരുന്നു. എനിക്കൊരു ബുക്ക് ഉണ്ടായിരുന്നു. ഇഷ്ടമുള്ള ചേച്ചിമാരുടെ പേരൊക്കെ അതിൽ എഴുതി വെച്ചിരുന്നു. അമ്മയ്ക്ക് ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അതിലെ ചേച്ചിമാരുടെ പേരൊക്കെയാണ് ഞാൻ ആ ബുക്കിൽ കുറിച്ചിരുന്നത്. എന്നാൽ അതിൽ എന്റെ ചേച്ചിയുടെ പേര് മാത്രം ഇല്ലായിരുന്നു. നിനക്ക് ഇഷ്ടമുള്ള ചേച്ചിമാരുടെ ലിസ്റ്റിൽ പോലും ഞാൻ ഇല്ലായിരുന്നു എന്ന് അവൾ ഇപ്പോഴും എന്നോട് പറയാറുണ്ട്. ഒരു പ്രായം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിടയിൽ സൗഹൃദം വന്നത്. ഒരു 10 വർഷമായിട്ടുണ്ടാവും ഞങ്ങൾ ഇത്രയും ക്ലോസ് ആയിട്ട്. ചെറുപ്പത്തിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരും പറയും. ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് ആയിരിക്കുമല്ലോ അപ്പോൾ. ക്ലോസ് ആയി കഴിഞ്ഞ സമയം മുതൽ അവൾ എനിക്കൊരു ഷീൽഡ് പോലെയാണ്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഞാനത് കുളമാക്കി കഴിഞ്ഞു കൊടുത്താലും അത് സെറ്റാക്കി തിരിച്ചു തരും. സന്യാസം സ്വീകരിച്ചത് അവളുടെ പ്രൊഫഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. അവൾ അതിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ശാസ്ത്രം പഠിക്കുന്നുണ്ടായിരുന്നു, ബുക്കുകൾ എഴുതുന്നുണ്ടായിരുന്നു. പഠിച്ചതിന്റെ ബേസിൽ ആ വഴി തിരഞ്ഞെടുത്ത ആളാണ്. ചോയ്സസിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഒരാളുടെ ചോയ്സ് എന്താണോ അത് തന്നെ അവർ എടുക്കണം. അങ്ങനെ ഞാൻ ചിന്തിക്കത്തുള്ളൂ. അവൾ അങ്ങനെ ഒരു ചോയ്സ് എടുത്തതിൽ കല്യാണം കൂടാൻ പറ്റില്ല എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. പട്ടുസാരിയൊക്കെ ഉടുത്ത് ചേച്ചിയുടെ കല്യാണം കൂടാൻ പറ്റില്ലല്ലോ എന്നൊരു സങ്കടം മാത്രം. അല്ലാതെ വേറൊരു വിഷമവും എനിക്കില്ലെന്നായിരുന്നു നിഖില വിമൽ പറഞ്ഞത്. ചെറുപ്രായത്തിലെ നൃത്തലോകത്ത് സജീവമായിരുന്നു അഖിലയും നിഖിലയും. പഠനത്തിലായിരുന്നു അഖില കൂടുതൽ ശ്രദ്ധ കൊടുത്തത്. JNUവിൽ തിയേറ്റർ ആർട്സിൽ ഗവേഷണം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു US ഉപരിപഠനത്തിനായി അഖില പോയത്. അതേപോലെ ആത്മീയതയിലേക്കുള്ള താല്പര്യം വ്യക്തമാക്കുന്ന പോസ്റ്റുകളായിരുന്നു അഖില എപ്പോഴും പങ്കുവച്ചിരുന്നതും.